എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ നാളത്തെ പ്രമോ വിശേഷത്തില് അരുന്ധതിനെയും അനസൂയ അന്വേഷിച്ചു പോയ മഹേശ്വരൻ വീട്ടിലേക്ക് തിരിച്ചെത്തുവാണ്. അങ്ങനെ എത്തിക്കഴിയുമ്പോ പിങ്കിയുടെ ക്രൂരതകളെല്ലാം അറിയണേ. ഇത്രയും കാലം ആ സത്യങ്ങളൊക്കെ ഒളിപ്പിച്ചു വെച്ചിരുന്നു. അങ്ങനെ അവസാനം ലക്ഷ്മിയമ്മ ആ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ തകർന്നടിഞ്ഞു പോണു മഹേശ്വരൻ. അതിന്റെ വിശേഷങ്ങളും അരുന്ധതിയും അനസൂയൊക്കെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ അവര് വന്നതിന് ശേഷമുള്ള കുറച്ച് സംഭവ വികാസങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്നാലും നമ്മൾ അവസാനം കണ്ടത് ആകത്തപ്പാടെ തകർന്നടിഞ്ഞ മനസ്സോട് ലക്ഷ്മിയമ്മ നിൽക്കുമായിരുന്നു. ലക്ഷ്മിയമ്മയുടെ സത്യങ്ങളൊക്കെ പിങ്കി പറയുകയും ചെയ്തു. പിങ്കിയുടെ ക്രൂരത അത് ചെറുതൊന്നുമല്ല. അവളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് അവളെ ചതി ചെയ്തേ. ഗൗതമിനോടുള്ള വാശി തീർക്കാനായിട്ട് ഒരിക്കലും പറയാനും ചെയ്യാനും പാടില്ലാത്ത കാര്യം ചെയ്തേ. അങ്ങനെ തകർന്നടിഞ്ഞ ലക്ഷ്മിയമ്മയുടെ അടുത്തേക്ക് നന്ദ വന്ന് മാപ്പ് ചോദിച്ചെങ്കിലും അതൊന്നും കേൾക്കാനായിട്ട് പോലും കൂട്ടാക്കിയില്ല. പിന്നീട് ഗൗതം അങ്ങോട്ട് ഗൗതം വന്നിട്ട് അമ്മേ, അച്ഛനൊരു തെറ്റ് പറ്റിപ്പോയി, അച്ഛനോട് ക്ഷമിക്ക്, അച്ഛനെ ഉപേക്ഷിക്കാൻ അമ്മയ്ക്ക് കഴിയുമെന്ന് ചോദിക്കാം. പെട്ടെന്ന് ലക്ഷ്മിയമ്മ അങ്ങോട്ട് തിരിഞ്ഞു. ഇത്രയും കാലം ഞാൻ എന്താ വിചാരിച്ചോണ്ടിരുന്ന അറിയാവോ? നിന്റെ അച്ഛനെ കുറിച്ച് എനിക്ക് നല്ലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഒരിക്കലും ഒരു തെറ്റ് ചെയ്യത്തില്ല. നാട്ടിൽ പല പല സംഭവങ്ങളും ഇങ്ങനെയൊക്കെ കേട്ടപ്പോഴൊക്കെ എൻ്റെ മഹിയേടനെ കുറിച്ച് എനിക്ക് നല്ല വിശ്വാസമായിരുന്നു, എനിക്ക് അഭിമാനമായിരുന്നു. പക്ഷെ ഇപ്പോഴുണ്ടല്ലോ, എനിക്ക് അങ്ങേരെ ഓർത്തിട്ട് എനിക്ക് നാണക്കേടാ. ഇത്രയും വലിയൊരു ചതി ചെയ്ത് ഇവിടെ കൊണ്ട് നിർത്തി. അതും പോരാ, എന്നെ കൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിച്ചു, അവരെയൊക്കെ പരിചരിച്ചു. എങ്ങനെ സാധിച്ചതൊക്കെ? അതൊക്കെ എനിക്കെന്നല്ല, ഒരു സ്ത്രീക്ക് താങ്ങാൻ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ചെയ്തേ. ഇനി അയാളോട് ഞാൻ ക്ഷമിക്കണമല്ലേ? ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല എന്ന് പറയണം. അമ്മയുടെ ഭാവമാറ്റം കണ്ടതും ഗൗതം അമ്പരന്നു. അമ്മ ഇങ്ങനൊന്നും പറയല്ലമ്മേ. പിന്നെ ഞാൻ എങ്ങനെ പറയണം? അച്ഛൻ പാവമല്ലമ്മേ. അന്ന് ആ സമയത്ത് അച്ഛൻ്റെ അബദ്ധം പറ്റിപ്പോയി, അത് ക്ഷമിക്കാൻ പറ്റില്ല എന്ന് ചോദിക്കാം. ക്ഷമിക്കണം അല്ലേ? ക്ഷമിക്കില്ല എന്ന് മാത്രമല്ല, ഒരു കാര്യം എനിക്ക് മനസ്സിലായി. നിങ്ങളെല്ലാവരും അച്ഛൻ്റെ പക്ഷത്താ. അച്ഛനെ നിങ്ങൾ സ്നേഹിച്ചിട്ടുള്ളൂ. നീയും നന്ദ എല്ലാവരും അതെ. എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. ഞാൻ ഈ വീട്ടിലൊരു വേലക്കാരുടെ സ്ഥാനം മാത്രം എനിക്ക് ഉണ്ടായിരുന്നോളെന്ന് ഇപ്പോഴാണ് മനസ്സിലായി. അമ്മ അങ്ങനെയൊന്നും പറയല്ലമ്മേ. വേണ്ട ഗൗതം, നീ കൂടുതൽ പറയണ്ട. നിന്നെ ഞാൻ ജീവന് തുല്യ സ്നേഹിച്ച, നിന്നെയല്ല ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും ഓരോരുത്തരെയും സ്നേഹിച്ച അങ്ങനെയാ. ഇപ്പോഴെനിക്ക് മനസ്സിലായി എല്ലാവരും കൂടെ ചേർന്ന് എന്നെ ചതിക്കുമായിരുന്നെന്ന്. ഇതും പറഞ്ഞ് ലക്ഷ്മിയമ്മ പറഞ്ഞു, ഇനി നിങ്ങളാരും എന്നെ കാണുകയില്ല, ഒന്നുമില്ലെന്നും പറഞ്ഞ് ലക്ഷ്മിയമ്മ അങ്ങോട്ട് പോവാണ്. അങ്ങോട്ട് പോയി അമ്മയെന്നും വിളിച്ച് ഗൗതമൻ നന്ദേ പുറകെ പോയെങ്കിലും ലക്ഷ്മിയമ്മ നിന്നില്ല. ലക്ഷ്മിയമ്മ അങ്ങോട്ട് പോയിട്ട് മുറിയിലേക്ക് കയറിയിട്ട് കഥ അങ്ങോട്ട് വലിച്ചടച്ചു. മുറിയുടെ പുറത്ത് വന്നിട്ട് അമ്മയെ കഥക് തുറക്കമ്മയെന്നും പറഞ്ഞിട്ട് വിളിച്ചോണ്ടിരിക്കുക. ഈ സമയത്ത് മോഹിനിയും പവിത്രയും അങ്ങോട്ട് വരുന്നേ. അവർക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. അവർ പൊട്ടന ആട്ടം കാണുന്ന പോലെ വന്ന് ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം പിങ്കിയോട് എന്താ പിങ്കിമ്പോൾ എന്താ പ്രശ്നം, എന്നാ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പൊ പിങ്കി പറഞ്ഞു, കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇവിടെ അല്ലേ വലിയൊരു ബോംബ് പൊട്ടിയെന്ന് പറഞ്ഞു. ബോംബ് പൊട്ടിയോ? അതെ. എന്താ കാര്യം? അതെ, ഇവിടെയുള്ള ആ ഗാഥയെ സുജാത ആരാന്നറിയാവോ? ആരാ പിങ്കി ചേച്ചിന്ന് പവിത്ര ചോദിക്കുക. പവിത്രയ്ക്ക് ഭയങ്കര ആകാംക്ഷ കേൾക്കാനായിട്ട്. ഗാഥ ഇവിടുത്തെ മഹേശൻ അമ്പാവിന്റെ മോളാന്ന് പറഞ്ഞേ. മോളോ? നീ എന്തൊക്കെയാ പിങ്കി പറയണേ? ദേ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ. ഏട്ടനെ കുറിച്ച് അനാവശ്യം പറയുന്നത് മോഹിനി പറയണ. സത്യം ഞാൻ പറഞ്ഞേ. അല്ലെങ്കിൽ ഗൗതമിനോടും നന്ദിയോടും ചോദിച്ചു നോക്ക്. ഇതെല്ലാവർക്കും അറിയാം. മഹേശ്വരൻ വല്യച്ഛനും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിന്റെ പേരില്ല ഇവിടെ മുമ്പ് വഴക്കുകളൊക്കെ നടന്നേ. ഗൗതമും നന്ദയും നമ്മൾ വഴക്കുകളൊക്കെ നടന്നു പറഞ്ഞില്ലേ? എല്ലാം ഇതിന്റെ പേരിലായിരുന്നു. അല്ല പിങ്കിമോളെ, നീ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞേ? ഇതൊക്കെ ഞാൻ അറിഞ്ഞു. എന്നോട് പറഞ്ഞായിരുന്നറിയോ? പാവച്ചനാ പറഞ്ഞേ. കുറച്ച് നാളായിട്ട് അമ്മാവിന്റെ മുഖത്ത് ഭയങ്കര സങ്കടഭാവമായിരുന്നല്ലോ. അമ്മാവൻ നമ്മളെല്ലാം വിചാരിച്ചോണ്ടിരുന്ന എന്താ, എന്തോ പൈസയുടെ കേസില് അമ്മാവൻ പെട്ടിരിക്കോ, അതുകൊണ്ടാണ്. പക്ഷെ അതൊന്നുമല്ല, സത്യാവസ്ഥ ഇതായിരുന്നു. പവിത്ര പെട്ടെന്ന് പറഞ്ഞു, എന്റെ ഭഗവാൻ എന്തൊക്കെയാ കേൾക്കുന്നേ? എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദൈവമേ, വല്യച്ഛൻ ഇങ്ങനെ ഒരാളായിരുന്നോ? മോഹിനി പറഞ്ഞു, ഓഹോ, അപ്പൊ എല്ലാം കരുതി കൂട്ടി ചെയ്തതല്ലേ? ദേ ഗൗതത്തിനും നന്ദിക്കും കാര്യങ്ങളെല്ലാം അറിയാം. നന്ദയായി ചതി ചെയ്തേ, അവൾ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ. മോഹിനി പറഞ്ഞു, എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു, ഇങ്ങനെ എന്തായാലും പണി ഒപ്പിച്ചിട്ടാണ് നന്ദയായിരിക്കും. അവൾക്ക് ഈ കുടുംബത്തിനോട് തീരാത്ത ദേഷ്യമുണ്ട്. അവൾ ആ ചതി ചെയ്താന്ന് പറയാം. ഇനി ഒരു നിമിഷം പോലും അവളെ വീട്ടിൽ വെച്ചു ഉറപ്പിക്കാൻ പറ്റില്ല. ഏട്ടത്തി ഒന്ന് എത്രയും പെട്ടെന്ന് വന്നാൽ മതിയായിരുന്നു. വരുന്ന കാര്യത്തിനൊരു തീരുമാനം ഉണ്ടായിരുന്നു. അവളെ ഈ വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഇറക്കി വിടണമെന്ന് പറയാം. ഈ സമയത്ത് ഇത്രയും പിങ്കി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഗൗതം നന്ദി ആകെപ്പാട് ടെൻഷൻ അടിച്ച് കഥയും മുട്ടിക്കൊണ്ടിരിക്കുക. അവസാനം തുറക്കില്ലെന്ന് മനസ്സിലായി. ഗൗതം നേരെ പിങ്കിയുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരുവാണ്. പിങ്കിയുടെ അടുത്തേക്ക് വന്നിട്ട് കായ് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഉണ്ടല്ലോ എൻ്റെ അമ്മയ്ക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടല്ലോ, ഇനി ഞാൻ ഭൂമിക്ക് മീതെ വെച്ചേക്കല്ല പിങ്കി. ഈ ഗൗതം ആരാ നീ അറിയും. നിന്റെ വിചാരം രാമേശ്വരത്ത് നിന്റെ പുറകെ നിന്റെ പ്രണയിച്ച് നടന്ന ആ ഗൗതമില്ലേ, നിനക്ക് ആ ഗൗതമിനെ മാത്രം അറിയത്തുള്ളൂ. പക്ഷെ എൻ്റെ മറ്റൊരു മുഖമുണ്ട്. ഞാനൊരു പോലീസ് ഓഫീസറാണ്, നിനക്കറിയാവോ?
നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഞാൻ കാണിച്ചു തരാന്ന് പറയാം. നന്ദ അങ്ങോട്ട് ജോലിക്കുമായിരുന്നു. നന്ദ കൈ നിർത്തി ഒറ്റ ഓർമ്മ അങ്ങോട്ട് പിങ്കിയുടെ കർണത്ത് അങ്ങോട്ട് കൊടുത്തു. ഇത് എന്തിനാണെന്നറിയോ? ഈ ചതി ചെയ്താൻ ഇത് മുമ്പേ നിനക്കിട്ട് ഞാൻ തരേണ്ടതായിരുന്നു. എൻ്റെ ഭർത്താവിനെ വേണം നിന്റെ കഴുത്തെ താലി കെട്ടോന്ന് പറഞ്ഞപ്പോ അപ്പൊ ഞാൻ ചെയ്യാതിരുന്നത് എന്താണെന്നറിയോ? ലക്ഷ്മി അമ്മേനെ വിചാരിച്ച് മാത്രമാ. ലക്ഷ്മി അമ്മ സത്യങ്ങളൊക്കെ അറിയുമല്ലോ എന്ന് വിചാരിച്ച്. പക്ഷെ ഇനി എനിക്കതിന്റെ ആവശ്യമില്ല. ലക്ഷ്മി അമ്മ സത്യങ്ങളൊക്കെ അറിഞ്ഞു. ഇനി ഇത് നിനക്കിട്ട് ഇപ്പൊ ഞാൻ തന്നില്ലെങ്കിലേ ഇത് വൈകി പോന്ന് പറയാ. ഇത് കണ്ട് ഞെട്ടി തിരിച്ചു വയ്ക്കുവാണ് മോഹിനിയും പവിത്രയും. അത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. ലക്ഷ്മിയമ്മയ്ക്ക് വേണ്ടി മാത്രം നന്ദയും ഗൗതം ഇത്ര സമയം ക്ഷമിച്ച. ഇനിയിപ്പോൾ അവർക്ക് ക്ഷമിക്കേണ്ട ആവശ്യമില്ല. സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞില്ലേ. പിന്നീട് പിങ്കിയുടെ കയ്യിലൊക്കെ കയറി പിടിച്ചിട്ട് നന്ദ പറഞ്ഞു, ഇനി എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടേ ഇതിന്റെ പേരിൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിങ്കി ഒരു കാര്യം പറഞ്ഞേക്കാം, നിനക്കായിരിക്കും ഒരു പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറയാം. പിങ്കി പറഞ്ഞു, കൊള്ളാം, നല്ല കഥയായി. എല്ലാം ഒപ്പിച്ചു വെച്ച നീയല്ലേ നന്ദ? എവിടെയോ കിടന്ന് അവറ്റകളെ കൂട്ടിക്കൊണ്ട് നീയല്ലേ? എന്നിട്ട് നീ വലിയ ന്യായം പറയണമെന്ന് ചോദിക്കുവാണ്. പെട്ടെന്ന് നന്ദ പറഞ്ഞു, അതെ, അവൾ ഗാഥനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിലേ അവൾക്കൊരു ആശ്രയം ഇല്ലാത്തതുകൊണ്ട് മാത്രമാ. പക്ഷെ കുറച്ചു ദിവസം കഴിയുമ്പോൾ അവളെ പറഞ്ഞു വിട്ടാനോ. പക്ഷെ ഇതിന്റെ പേരില് നീ ഗൗതത്തിനെ തട്ടിയെടുക്കാൻ നോക്കി. അതിന്റെ പകയല്ല നീ വീട്ടിയത്. ഇതൊരിക്കലും നിന്നോട് ഞാൻ ക്ഷമിക്കില്ല എന്ന് പറയാണ്. ഗൗതം നല്ല പറഞ്ഞു വിളിക്കുക. ഗൗതത്തിന് എന്ത് ചെയ്യണം നടത്തില്ല. അമ്മ കഥവ് തുറക്കുന്നില്ല. എപ്പറോളെ ഈ സമയം പവിത്രയൊക്കെ പോയി വിളിക്കുന്നുണ്ട്. പവിത്രയും മോഹിനിയും പോയി വിളിച്ചു. ലക്ഷ്മിയമ്മയെ കഥ തുറക്കാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ലക്ഷ്മിയമ്മ കഥ തുറന്നേ ഇല്ല. ആകെപ്പാ ടെൻഷൻ. ഇനി എന്തെങ്കിലും അഭിപ്രായം കാണിക്കുവോ? പെട്ടെന്ന് മോഹിനി വന്ന് ഗൗതത്തിനോട് പറഞ്ഞു, ഗൗതം എങ്ങനെയും ലക്ഷ്മിയമ്മേനെ വിളിക്കുക, എന്താ ചെയ്യുന്ന പറയാൻ പറ്റില്ല. അതിനകത്ത് കയറി നിന്നിട്ട് പാവം വല്ലാത്ത സങ്കടത്തിലാന്ന് തോന്നേ. ഇനിയിപ്പോ എന്ത് ചെയ്യും? നന്ദയൊക്കെയാണ് പൊട്ടിക്കരയാൻ തുടങ്ങി. എന്ത് ചെയ്യാൻ പറ്റും? എല്ലാരും കൂടെ നിൽക്കുവാണ്. ഈ സമയത്താണ് പുറത്തൊരു വണ്ടി വന്ന് നിൽക്കുന്നുണ്ടേ. പുറത്ത് വണ്ടി വന്ന് നിന്നപ്പോഴത്തേനും അവർ ഇറങ്ങി ചെല്ലുവാണ്. ആദ്യം ഇറങ്ങി ചെന്ന് നന്ദയാണ്. നന്ദ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മഹേശ്വരൻ കയറി വരുന്ന കാഴ്ചയെ കണ്ടേ. മഹേശ്വരനെ കണ്ടത് ഓടി അങ്ങോട്ട് ചെല്ലുവാണ്. അച്ഛാന്നും വിളിച്ച് ഓടി അങ്ങോട്ട് ചെന്ന്, എന്താ മോളെ എന്ത് പറ്റിയെന്ന് ചോദിക്കുക. അച്ഛന്ന് കരയുക. കാര്യം പറ മോളെ, എന്താ കാര്യം? ലക്ഷ്മി അമ്മ എല്ലാം അറിഞ്ഞത്. നീ എന്താ മോളെ പറയണേ? അതെ, പിങ്കി ചതിച്ചാ. പിങ്കി സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. ഗാഥ അച്ഛൻ്റെ മോളെന്നുള്ള കാര്യം പറയോ? ഒരു നിമിഷം മഹേശ്വരൻ ഞെട്ടിപ്പോയി. മഹേശ്വരൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മഹേശ്വരൻ മോളെ ഞാൻ എന്ത് ചെയ്യും? എനിക്കറിയില്ല അച്ഛാ. ആകെപ്പാടെ ഗൗതം സാറും തകർന്നിരിക്കുക. ലക്ഷ്മിയമ്മ മുറിയിൽ കയറി കഥ അടച്ചിട്ടിരിക്കുക. ഞങ്ങളാരും വിളിച്ചിട്ട് കഥ തുറക്കുന്നില്ല എന്ന് പറയാം. തുറത്തപ്പോ മഹേശൻ ആകെപ്പാടെ തകർന്ന് തരിപ്പണമായിപ്പോയി. ജഗന്നാഥനും വന്നങ്ങോട്ട്. അപ്പൊ ജഗന്നാഥനോട് ഈ കാര്യങ്ങളൊക്കെ മോഹിനിയും പവിത്രയും ചെന്ന് പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പം ജഗന്നാഥനിൽ ഒരു അന്താളിപ്പായിരുന്നു. എന്താ ഇത്ര ആരും പ്രതീക്ഷിച്ചൊരു കാര്യമല്ലായിരുന്നല്ലോ ഇങ്ങനത്തെ ഒരു കാര്യം. അവരുടെ മനസ്സിൽ പോലും ഉള്ള കാര്യമായിരുന്നില്ലത്. അപ്പം മഹേശൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു. ലക്ഷ്മിയമ്മ അത് ആകെപ്പാടെ പ്രശ്നമായി കഴിഞ്ഞപ്പം എന്നറിഞ്ഞപ്പോൾ ജഗന്നാഥനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ഈ സമയം മഹേശൻ ഓടി അങ്ങോട്ട് ചെന്നു. നന്ദ പറഞ്ഞു, അച്ഛനൊന്ന് വിളിച്ചു നോക്ക്. അച്ഛൻ വിളിക്കുകയാണ് ചിലപ്പോൾ അമ്മ കഥ തുറക്കുമായിരിക്കും. വിളിക്കച്ചാന്ന് പറഞ്ഞ് കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവാണ്. മോളെ ഞാൻ ഇങ്ങനെ വിളിക്കുന്നത് എനിക്കറിയത്തില്ല. അച്ഛൻ വിളിക്കുവാണെങ്കിൽ അമ്മ കഥ തുറക്കുമായിരിക്കും. വിളിക്കച്ചാന്ന് പറയാണ്. അങ്ങനെ മഹേശ്വരൻ പോയി കഥയെ വിളിക്കുക. ലക്ഷ്മി കഥ തുറക്ക് ലക്ഷ്മി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. പക്ഷെ ലക്ഷ്മി അമ്മ വന്ന് വാതിൽ തുറന്നില്ല. ആകെപ്പാടെ ബുദ്ധിമുട്ടായിപ്പോയി. ഈ സമയം ആണ് അരുന്ധതിയും അനസൂയയും കൂടെ അങ്ങോട്ട് വരുന്നേ. അവർ വേറൊരു വണ്ടിക്ക് ഇങ്ങോട്ട് വരുവാണ്. വന്ന് അങ്ങോട്ട് ഇന്ത്യവലത്തിനും മുറ്റത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി. ഈ സമയത്ത് പവിത്രയും മോഹിനിയും ജഗന്നാഥനും അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ്. അങ്ങനെ അവര് അരുന്ധതി അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് മുറ്റത്ത് ഇരിക്കുവാണ്. മുറ്റത്ത് നിന്ന് അവിടെ എല്ലാം നോക്കി. പെട്ടെന്ന് മോഹിനിയുടെ മുഖത്തൊരു ചിരിയൊക്കെ ഉണ്ടായിരുന്നു. വാ അരുന്ധതി വാന്നും പറഞ്ഞ് കയ്യെ പിടിക്കാൻ വരുവാണ്. പെട്ടെന്ന് അരുന്ധതി പറഞ്ഞു, ഞാനിങ്ങോട്ട് വരണമെന്ന് പ്രതീക്ഷിച്ചല്ല, ഒരിക്കലും വരില്ലെന്ന് കരുതി ഇറങ്ങിപ്പോയതാ. പക്ഷെ വരേണ്ടി വന്നു. അതുകൊണ്ട് ഇങ്ങോട്ട് വന്ന. ഈ വീട്ടിൽ പല സംഭവവാസങ്ങളും ഉണ്ടാകുന്നൊക്കെയാണെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് എനിക്ക് വരേണ്ടി വന്ന് പറയാണ്. പിന്നീട് അനസൂയോട് പറഞ്ഞു, വാ കയറി വരാൻ പറയാണ്. അങ്ങനെ അനസൂയം കൂടെ കയറി വരണം. ഈ സമയം പവിത്ര ചോദിച്ചു, അല്ല അതാരാന്ന് ചോദിക്കുകയാണ്. ഇത് അരുന്ധതിയുടെ അനിയത്തിയ അനസൂയ എന്ന് പറയണം. അങ്ങനെ അവരങ്ങോട്ട് അകത്ത് കയറി വരണം. ഈ സമയത്താണ് അവിടെ ആ സംഭവവാസങ്ങളൊക്കെ നടക്കുന്നത്. ലക്ഷ്മിയുടെ മുറിയുടെ മുന്നിൽ പോയിന്നിട്ട് തട്ടി വിളിച്ചുകൊണ്ടിരിക്കുന്ന മഹേശനെ കാണുന്നത്. ഈ സമയം അരുന്ധതി ചോദിച്ചു, എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അപ്പം മോഹിനി കാര്യങ്ങളൊക്കെ പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞാൽ പറഞ്ഞു, ദൈവം ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ലക്ഷ്മി ഇനി വാതിൽ തുറക്ക ലക്ഷ്മി എന്നൊക്കെ പറയാം. പക്ഷേ ലക്ഷ്മി അമ്മ വാതിൽ തുറക്കാൻ കൂട്ടാക്കിയില്ല. എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയിൽ ലക്ഷ്മി അമ്മ നിൽക്കുക. ഈ സമയത്ത് അനസൂയ അരുന്ധതിനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാ. വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു, അല്ല ഏട്ടത്തി എന്താ തീരുമാനിച്ചിരിക്കുന്നോ? എന്തേലും തീരുമാനിക്കണമല്ലോ. അവള് ആ അമ്മയുടെ മോളിലും കയറ്റി ഒരു തീരുമാനം എടുക്കണമെന്ന് പറയാ. അതെ, ലക്ഷ്മി മുറിക്കകത്ത് കയറി കഥ അടച്ചിരിക്കുക. ഇനി ചിലപ്പം ഇപ്പോഴത്തെ കാലമില്ല കാലമാണ്. ലക്ഷ്മിക്ക് എന്തേലും അരുതാത്ത ബുദ്ധി തോന്നിയിട്ടുണ്ടെങ്കിൽ അതോടെ തീർന്നു. എത്രയും പെട്ടെന്ന് തന്നെ ആ അമ്മയും മോളെ ഇവിടെ നിറക്കി വിടണമെന്ന് പറയാ.
പക്ഷെ അതങ്ങനെ എളുപ്പമൊന്നും സാധിക്കുന്ന കാര്യമാണ് അരുന്തേടത്തി. ഒന്ന് ഓർത്തു വെക്കേ, അവർക്ക് ഈ കുടുംബത്തിലൊരു അവകാശമില്ലേ? അവകാശം ഉണ്ടെങ്കിൽ അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുത്ത് ഈ വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം. അതാ നല്ലത്. അല്ലെങ്കിൽ ഇന്ത്യവരത്തിന്റെ മാനം പോവും. നാളെ നാട്ടുകാരറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്ത്യവരത്തിലുള്ള ആർക്കും തലയുയർത്തി നടക്കാൻ പറ്റില്ല. പക്ഷെ ഒരു പക്ഷേവില്ല, വരാൻ പറയണം. പിന്നീട് പോയി അരുന്ധതി പറഞ്ഞു, അത് ലക്ഷ്മി കഥ തുറക്ക്. ഈ അരുന്ധതി അടുത്തല്ലേ പറയണേ, ഞാനല്ലേ വിളിക്കുന്നത്, നീ കഥ തുറക്ക്. എന്തിനും ഒരു പരിഹാരം ഉണ്ടല്ലോ. അവരാണ് നിന്റെ പ്രശ്നമെങ്കിൽ അവരെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോളാം. ഈ അരുന്ധതിയെ പറയണേ ഇറങ്ങി വരാൻ പറയണം. അവസാനം ലക്ഷ്മി മുറിക്കാതെന്ന് ഇറങ്ങി വരുക. ആകെപ്പാടെ തകർന്ന മനസ്സോടെ അഴിഞ്ഞുലഞ്ഞ മുടിയോടുകൂടി ഇറങ്ങി വരിക, കരഞ്ഞു വീർത്ത കണ്ണുകളൊക്കെ ആയിട്ട്. അപ്പൊ വന്ന ഉടനെ മഹേഷിന്റെ മുഖമാണ് കാണുന്നത്. മഹേഷിനെ കണ്ട ലക്ഷ്മി മുഖത്തിൽ മഹേഷിന്റെ കോളർ നിങ്ങോട്ട് കുത്തിപ്പിടിക്കുക. ചോദിച്ചു, എങ്ങനെ എന്നോട് ഈ ചതി ചെയ്യാൻ നിനക്ക് തോന്നി? ഇത്രയും കാലം നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് നടന്ന് ഞാനല്ലേ, എന്നിട്ട് എന്നോട് ഈ ചതി ചെയ്തല്ലോ മഹിയേട്ടാന്ന് പറഞ്ഞ് പൊട്ടിക്കരയുവാണ് അങ്ങോട്ട്. അത്രയ്ക്ക് വിഷമമായിരുന്നു. ഇനി ഒരിക്കലും നിങ്ങളെ വിശ്വസിക്കില്ല, നിങ്ങളെ എനിക്ക് കാണുകയും വേണ്ട, നിങ്ങളോട് ഒരു ജീവിതം എനിക്ക് വേണ്ടെന്ന് പറയണേ. ലക്ഷ്മി, ഞാനൊന്നും പറയുന്നേ, നിങ്ങളൊന്നും പറയണ്ട, നിങ്ങളെനിക്ക് കൂടുതലൊന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായെന്ന് പറയാം. പെട്ടെന്ന് അരുന്ധതിയൊക്കെ വന്ന് പിടിച്ചു മാറ്റുവാണ് ലക്ഷ്മീനെ അങ്ങോട്ട്. എല്ലാവരും തകർന്ന് മനസ്സോടെ നിൽക്കുക. പിന്നീട് നേരെ ഗാഥയുടെ സുജാതയുടെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുക. അവർ പേടിച്ചു പറിച്ച് മുറിയിലിരിക്കുക. എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിൽ അങ്ങനെ അരുന്ധതി അങ്ങോട്ട് ചെന്നിട്ട് അവരിങ്ങൾ വലിച്ചഴിച്ച് മുറിയിൽ നിന്ന് കൊണ്ടുവരിക പുറത്തേക്ക് ഹാളിലേക്ക് അങ്ങോട്ട് നിർത്തി. ഹാളിലേക്ക് അവിടെ നിർത്തിയിട്ട് ഗാഥയുടെ കയ്യെ പിടിച്ച് പുറത്തേക്ക് അങ്ങ് തോളാം, ഇറങ്ങിപ്പോടി വീട്ടിൽ നിന്ന്. നീ എന്ത് അവകാശത്തിലാണ് ഇവിടെ വന്ന് കയറി താമസിക്കുന്നത്? ഈ ഇന്ത്യവരം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ, അല്ലാതെ എവിടുന്ന് എന്നോ ഉണ്ടായെന്ന് പറഞ്ഞ് അതിന്റെ കണക്കും പറഞ്ഞൊരു മേലാല് ഈ കുടുംബത്തിൽ കണ്ടുപോയേക്കെന്ന് പറഞ്ഞ് കയ്യെ പിടിച്ച് അങ്ങ് തള്ളി വിടാൻ തുടങ്ങുക. ഈ സമയത്ത് സുജാത കയറി ഇങ്ങോട്ട് ഇടപെട്ടു. കാരണം ഇത്രയും കാലം സഹിച്ച് ക്ഷമിച്ച് നിന്ന സുജാത. ഗാഥയ്ക്ക് ഒരു അച്ഛനില്ല, അച്ഛനാരാന്ന് ഗാഥയോട് ചോദിച്ചു കഴിയുമ്പോൾ എല്ലാവരും മുന്നിൽ നാണം കെട്ടി തല കുണിച്ച് നിന്ന. അങ്ങനെ സുജാത അവിടെ വയലന്റ് ആവുകയാണ്. ഇത്ര സമയം ഉണ്ടായിരുന്ന സുജാത വയലന്റ് ആവുകയാണ്. എല്ലാം കണ്ടും കേട്ട് നിന്ന് ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ നിൽക്കുകയാണ് ഗൗതം നന്ദി. അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ വേറെ സത്യം കൂടെ ഉണ്ടാകുന്നുണ്ട്. ഒരു പക്ഷേ സുജാതയും ഗാഥേനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ ഗൗതം വീണ്ടും തിരക്കി അന്വേഷിച്ചറിയുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം ഇതിനകത്ത് വേറെ എന്തോ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഒരുപക്ഷെ അത് മഹേഷിന്റെ മോളാണോ സംശയമുണ്ട്. എന്തോ അതിനകത്തൊരു കഥയുണ്ട്. ഗൗതം ചോദ്യം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആരുടെ മോളെ സുജാതയും ഗാഥയും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനർത്ഥം വേറെ എന്തോ ഒരു കഥയുണ്ടെന്നാ. അപ്പൊ അതൊക്കെ വരാൻ പോകുന്നുള്ളൂ. അത് മാത്രമല്ല, ഇനിയിപ്പൊ അർജുൻ വരുന്നുണ്ട്. അർജുന്റെ വരവോടുകൂടി കാര്യങ്ങളൊക്കെ ഒന്ന് കലങ്ങി തെളിയാ. പിങ്കിക്ക് ഒരു കനത്ത തിരിച്ചടി കിട്ടണ്ടേ? ഇല്ലെങ്കിൽ പിന്നെ കാര്യമുണ്ടോ? ഇത്രയും വലിയ ക്രൂരത കാണിച്ച് അവൾക്കിട്ട് നല്ല പണി തന്നെ കൊടുക്കണം. അതോടൊപ്പം തന്നെ ഗൗതമും നന്ദയെ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന അവൾ കാണണം. എങ്കിൽ മാത്രം അവങ്ങളുടെ അഹങ്കാരത്തിന് ഇച്ചിരി കുറവ് വരുള്ളൂ, അവളുടെ ഭ്രാന്തിന് ഇച്ചിരി കുറവ് വരുള്ളൂ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.